അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ബ്രെഡും ചിക്കനായിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കായിട്ടാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 200 ഗ്രാം, എല്ലില്ലാത്ത ചിക്കന്, ബ്രെഡ് 10 ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇവിടെ, പിന്നെ 3 മുട്ട, പിന്നെ 2 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, പിന്നെ മല്ലിയില, പുതിനയില, കുരുമുളക് പൊടി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായ ശേഷം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വലിയുള്ളി ചേർത്ത് കൊടുക്കുക. വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് വഴന്ന് വന്ന ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ആവശ്യമില്ലാത്തവരത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അത് സിമ്മോഡിലിട്ടിട്ട് ചെയ്താൽ മതിയേ. ഇനി കുരുമുളക് പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. നുള്ള കറിവേപ്പില, അത് ഫസ്റ്റ് പറയാൻ വിട്ടുപോയി. ഒരു തണ്ട് കറിവേപ്പില അതിൽ നുള്ളിയിടുക. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാനാണ്. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് വേവിച്ച ചിക്കനാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം ഡ്രൈ ആവണം. അതുവരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുക. 4 സൈഡും കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള മുട്ട കുരുമുളക് ഉപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ 2 സൈഡും വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് നന്നായി വെള്ളം പിഴിഞ്ഞ് കളയാം. നന്നായി അമർത്തണം, ഉടയാതെ നോക്കണം. മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മസാല ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് പൊതിഞ്ഞ് റോള് ചെയ്യാം. കയ്യിലിട്ടിട്ട് റോൾ ചെയ്യുക. പൊട്ടി പോവാതെ നോക്കണം. സോഫ്റ്റായിട്ട് ചെയ്യണം. അമർത്തിയാൽ അത് ഉടഞ്ഞു പോവും. നന്നായിട്ട് കയ്യിലിട്ട് റോൾ ചെയ്യാം. മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിടുക. ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത് മിക്സിയിലിട്ട് പൊടിച്ചതാണ് ബ്രെഡ് ക്രംസ്. അത് പ്രത്യേകമായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അതിലിട്ട് റോൾ ചെയ്ത ശേഷം എടുത്ത് വെക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു പാന് വെച്ചിട്ട് എണ്ണ ചൂടായ ശേഷം
ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.